അപ്പം നിങ്ങളെ classroom.google.com എന്ന് കൊടുക്കുക. classroom.google.com എന്ന് കൊടുക്കുക. എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാം. നിങ്ങൾ classroom.google.com എന്ന് കൊടുക്കുക. classroom.google.com എന്ന് കൊടുക്കുക. മൊബൈൽ ആണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലാസ് റൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഗൂഗിൾ ക്ലാസ് റൂം. ഇവിടെ എനിക്ക് 2 ക്ലാസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിങ് സെഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇന്റേൺഷിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ടീച്ചർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഇവിടുന്ന് കാണിക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് സിമ്പിൾ ഞാൻ ആദ്യം PPTക്ക് പവർ പോയിന്റിൽ ഞാൻ കാണിച്ചിരുന്നു. നിങ്ങൾക്ക് അവിടെ പ്ലസ് സിമ്പിൾ കിടന്ന് ക്രിയേറ്റ് ഓർ ജോയിൻ എ ക്ലാസ്. അപ്പം ഞാനിവിടെ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ക്ലാസ് ട്രെയിനിങ് 21 കൊടുത്തു. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനൊരു ക്ലാസ് ക്രിയേറ്റഡ് ആവും. നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഇവിടെ കാണാം. സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഗ്രേഡ്. 4 കാര്യങ്ങളാണ് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റാവുന്നത്. ഇതാണ് നോട്ടീസ് ബോർഡ് എന്ന് ഞാൻ പറയുന്ന സ്ട്രീം പേജ് എന്ന് പറയുക, ഫസ്റ്റ് പേജ്. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന 3ാമത്തെ ടാബ് പീപ്പിൾ എടുക്കുക, സ്റ്റുഡൻസിൻ്റെ ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വരും. ഇൻവിറ്റേഷൻ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ്സ് എനിക്ക് അറിയണമെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. സ്ട്രീമിലേക്ക് പോന്നു. ഇവിടെ ക്ലാസ് കോഡ് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് classroom.google.com നിങ്ങൾ കൊടുത്തു കാണും. അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്ലസ് സിമ്പിൾ വരുമ്പോൾ ജോയിൻ എ ക്ലാസ് എന്ന് കൊടുക്കുക. ജോയിൻ എ ക്ലാസ്. അപ്പം ജോയിൻ എ ക്ലാസ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ കോഡ് കൊടുക്കാൻ പറയും. ഈ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. 44OWA6CO. പതിനാല് പേര് ലോഗിൻ ഇപ്പം അത് അക്സെപ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അൽഫോൻസ സെബാസ്റ്റ്യൻ, അനു മാർട്ടിൻ, അശ്വതി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഹായ് എന്ന് കൊടുക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് അവിടെ കാണാം 4 ആർക്കാണ്. എനിക്കിവിടെ ട്രെയിനിങ് 21 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്, ട്രെയിനിങ് സെഷൻ എഴുതിയിരിക്കുന്ന വേറൊരു ക്ലാസ് ഉണ്ട്, ഇൻറ്റംസി എന്ന് പറഞ്ഞ വേറെ ക്ലാസ് ഉണ്ട്. ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഞാൻ കോമൺ ആയിട്ട് മെസ്സേജ് കൊടുക്കേണ്ടതെന്നുള്ളതാണിത്. ഇനി ഓൾ സ്റ്റുഡൻസിന് വേണോ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു സ്റ്റുഡൻസിന് മാത്രം മതിയെങ്കിൽ എനിക്ക് അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ സ്ട്രീം പേജിൽ സ്ട്രീം വാസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ കാണും. നിങ്ങൾക്ക് അവിടെ മറുപടി കൊടുക്കാം. ഇവിടെ സെബാസ്റ്റ്യൻ മാത്യു, സൂര്യ ആന്റണി. ഇത് കോമൺ നോട്ടീസ് പേജ് ആണ്. ഇവിടെ എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റും, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ. ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്തതല്ല, അല്ലാതെ എനിക്ക് വേണമെങ്കിൽ നോട്ടീസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്യുക. ഇവിടെ ഫയൽ കൊടുക്കുക, അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക, ബ്രൗസ് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിവിടെ കൊടുക്കാൻ പറ്റും. സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം 36 സ്റ്റുഡൻസ് ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സെക്കൻഡിലേക്ക് പോവാണ്, ക്ലാസ് വർക്കിലേക്ക് പോവാണ്. ക്ലാസ് വർക്ക് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഞാൻ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അസൈൻമെന്റ് ഉണ്ട്, ക്യൂസ് അസൈൻമെന്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, റീയൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ടോപ്പിക്ക് വേണമെങ്കിൽ എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യമേ ടോപ്പിക്ക് ഇവിടെ അസൈൻമെന്റ് ടൈറ്റിൽ കൊടുക്കാം. ഇൻസ്ട്രക്ഷൻസ് ഓപ്ഷനിലാണ്. ഇനി ഇവിടെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ഡ്രൈവ് വഴി എനിക്ക് കൊടുക്കാം, ഒരു ലിങ്ക് എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനൊരു വേർഡ് പാഡിലോ നോട്ട് പാഡിലോ വേർഡിലോ ഞാൻ എഴുതിയേക്കുന്ന ഫയൽ എനിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. യൂട്യൂബിൻ്റെ വീഡിയോസ് എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല, ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡോക്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ഡോക്സ് കൊടുക്കുന്നു. ഞാൻ ആ ഡോക്സിൻ്റെ പേര് ഞാൻ കോവിഡ് എന്ന് കൊടുത്തേക്കാണ്.
ഇവിടെ എനിക്ക് സ്റ്റുഡൻസ് ക്യാൻ വ്യൂ ഫയൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. മേക്ക് എ കോപ്പി ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്, അത് ഞാൻ കൊടുത്തേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ടോപ്പിൽ അസൈൻ്റെ തൊട്ടിപ്പുറത്ത് കിടപ്പ് കാണും. അസൈൻ ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്, സേവ് ഡ്രാഫ്റ്റ് ഉണ്ട്, ഡിസ്കാർഡ് ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം, നാളെ എനിക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം ഈ അസൈൻമെൻറ്റ്. ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇത്രയും ചെയ്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ഡ്രാഫ്റ്റായിട്ട് എനിക്ക് സേവ് ചെയ്യാം, അത് വേണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാം. ഈ ട്രെയിനിങ് സെഷൻ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മാത്രമാണ് എങ്ങനെ കൊടുക്കാം, അതല്ല വേറൊരു ക്ലാസ്സിനാണ് എങ്ങനെ കൊടുക്കാം. അതേപോലെ ഈ ക്ലാസ്സിൽ ഞാനിപ്പം ട്രെയിനിങ് 21 ഞാൻ സെലക്ട് ചെയ്തു. ഈ ക്ലാസ്സിൽ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ കോമൺ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ഇവിടെ കൊടുക്കാം, അതല്ല ഒരാൾക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. ഓൾ സ്റ്റുഡൻസ് ഉണ്ട്, അതല്ല ഒരാൾക്ക് വേണ്ടി മാത്രം. അതായത് ചിലപ്പോൾ നമ്മൾ ചില സ്റ്റുഡൻസിന് മാർക്കൊക്കെ വീക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അവരോട് അസൈൻമെന്റ് കൂടുതൽ ചെയ്യാനൊക്കെ നമ്മൾ പറയും. അപ്പം അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം നമുക്ക് അസൈൻമെന്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ പോയിന്റ് സെലക്ട് ചെയ്യാം. ഡ്യൂ ഡേറ്റ് കൊടുക്കാം 22, ടൈം, ടോപ്പിക്ക് ഞാൻ ആദ്യമേ ട്രെയിനിങ് ഉള്ളിൽ നിന്നൊരു ടോപ്പിക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അണ്ടറിലാണ്. ഇവിടെയാണ് റൂബ്രിക് ആഡ് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൂബ്രിക് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, റീയൂസ് ചെയ്യാം, ഇമ്പോർട്ട് ഫ്രം ഷീറ്റ് നേരത്തെ ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ഓപ്ഷൻസ് കാണാം, ചെക്ക് പ്ലേഗരിസം കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന, ഇപ്പം നമ്മൾ സ്ട്രീം പേജിലേക്ക് വരികയാണെങ്കിൽ സ്ട്രീം പേജ് അപ്ഡേറ്റ് ചെയ്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡ്യൂ ടുമോറോ, അസൈൻമെന്റ് ഡ്യൂ ആണ്. അവിടെ ഒരു ഹെഡിങ് കാണാം, ഡോക്ടർ ജൂബി മാത്യു പോസ്റ്റഡ് ന്യൂ അസൈൻമെന്റ് ടെസ്റ്റ്. അതായത് ടീച്ചർ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഇതിവിടെ കാണാൻ പറ്റും. പുതിയ അസൈൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം, അതിൻ്റെ ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്കമിങ് ഡീറ്റെയിൽസ് അവിടെ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാം. ഇപ്പം 50 പേരാണ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്നത്. 50 പേർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ആരും തന്നെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആയതിനു ശേഷം അത് ടൈപ്പ് ചെയ്യുക, ടേൺ ഇൻ എന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എട്ട് പേര് ചെയ്തിട്ടുണ്ട്, 46 പേര് വീണ്ടും ചെയ്യാനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാം, അവിടെ ആൻസർ ചെയ്യാൻ പെർമിഷൻ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതിയതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ ആ ഡോക്യുമെൻ്റ് കാണാം, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് കാണാം. അതിനുശേഷം എനിക്കിവിടെ ഗ്രേഡ് കൊടുക്കാം. ഇവിടെ 20 ആൾക്കാരെ ടേൺ ഇൻ ചെയ്തിട്ടുണ്ട്, 35 അസൈൻ ചെയ്തിട്ടുണ്ട്, 1 ഗ്രേഡ് ഗ്രേഡ് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ ഗ്രേഡ് കാണാം. ഇവിടെ ഇത്രയും കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ ഡേറ്റാസ് നമ്മൾ കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാം. അവിടെ ഗ്രേഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുള്ള് ഗ്രേഡ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ ഷീറ്റിലേക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യന് ഞാൻ നേരത്തെ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അതിന് പകരം ഇവിടെ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക്
അപ്ലോഡ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് അത്. ഇനി രണ്ടാമത്തെയാണ് ക്യൂസ് അസൈൻമെന്റ്. അപ്പോൾ ഇവിടെ ക്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ഒരു ഫോം നമുക്കിവിടെ വരും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യൂസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ അസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൈനായി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ട്രീം പേജിൽ അത് അപ്ഡേറ്റ് ആയി കാണും. പോസ്റ്റഡ് എ ന്യൂ അസൈൻമെന്റ് ക്യൂസ് ടൈം. ഇപ്പം നിങ്ങളുടെ സ്ട്രീം പേജിൽ അത് വന്ന് കാണും. പിന്നെ ഇവിടെയാണ് മെറ്റീരിയൽ. ഇവിടെ മെറ്റീരിയൽ നമുക്ക് നോട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ പോയിന്റോ വേർഡോ എന്ത് ഡോക്യുമെന്റ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. യൂട്യൂബിന്റെ ലിങ്ക് കൊടുക്കാം. ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. മെറ്റീരിയൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ രണ്ടുണ്ട്, ക്യൂസ് ടൈം ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. രണ്ട് അസൈൻമെന്റ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുക. ഔട്ട് ഓഫ് 50 എത്ര മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ മാത്രമേ ഞാൻ 40 എന്ന് കൊടുത്തേക്കുന്നത്, 40 മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, ബാക്കി ആരുടെയും നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ ക്വിസ് ടൈം നോക്കിയതിന് ശേഷം ഞാനിവിടെ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആ ഗ്രേഡ് ഓരോരുത്തരുടെയും ഗ്രേഡ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ടോപ്പിലെ ഗൂഗിൾ കലണ്ടർ ഇവിടെ 22-ന് സെറ്റ് ചെയ്യുന്നു. 10 മണിക്ക് ടൈറ്റില് 9:30 to 10:30 ആണ് ഇവിടെ കൊടുത്തേക്കുക. ഇതെനിക്ക് സെറ്റ് ചെയ്യാം. ഓപ്ഷനുണ്ട്. ഓൾ ഡേ വേണമെങ്കിൽ കൊടുക്കാം. ഇത്ര ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഡെയിലി, വീക്കിലി ഓൺ വെനസ്ഡേ, മന്ത്ലി ഓൺ ദ 4th വെനസ്ഡേ, കസ്റ്റം, എവരി വീക്ക് ഡേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ വീഡിയോ കോൺഫറൻസിങ് ഗൂഗിൾ മീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ് ടു 250 പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ എമർജൻസി ഡൊമൈൻ ആയതുകൊണ്ടാണ് എനിക്കിവിടെ കാണുക. മോർ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് 10 minutes ബിഫോർ കൊടുക്കാൻ വേണ്ടി ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സിലേക്ക് അത് പോകും. മുകളിൽ സേവ് ചെയ്യുക. ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് ട്രെയിനിങ് പാർട്ടിസിപ്പൻസിന് മെയിൽ പോകും. ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇതാണ് മീറ്റിംഗ് ID. ഈ മീറ്റിംഗ് ID ഇവിടെ കോപ്പി ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ആഡ് ലൈവ് സ്ട്രീം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ മീറ്റിലേക്ക് പോകും. ലൈവ് സ്ട്രീം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഈ മീറ്റിംഗ് കോഡ് വേണം കൊടുക്കേണ്ടത്. ഇവിടെ വേണമെങ്കിൽ എനിക്ക് പെർമനന്റ് ആയിട്ട് മീറ്റിംഗ് ലിങ്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏത് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിൽ കൂടി നമുക്ക് മീറ്റ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഗൂഗിൾ കലണ്ടറിൽ കൂടി നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മീറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ മീറ്റ് ലിങ്ക് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇപ്പം ഈ സ്ട്രീം പേജിൽ കാണാം. ഈ മീറ്റ് ലിങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്ലാസ് നമുക്ക് ട്രെയിനിങ് സെഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം.
ഇപ്പോൾ നിങ്ങളുടെ സ്ട്രീം പേജിൽ അപ്ഡേറ്റ് ആയി കാണും. ഇപ്പം എനിക്ക് മോർണിംഗിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഞാനിവിടെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എനിക്കിവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്ന ഗൂഗിൾ മീറ്റ് meet.google.com വഴിക്കൊന്നും പോകണ്ട. കുട്ടികൾ കൂടെ കയറിയിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ക്ലാസ് റൂമിലേക്ക് നമുക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ മീറ്റ് ഗൂഗിൾ കലണ്ടർ. നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, മീറ്റ് ചെയ്യാം, ഗൂഗിൾ കലണ്ടർ ചെയ്യാം. ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്ന ക്ലാസിൻ്റെ ഡ്രൈവ് ഫോൾഡറിലായിരിക്കും. ഓരോ ക്ലാസ്സിന് ഓരോ ഡ്രൈവ് ഫോൾഡർ കാണും. ഇപ്പം ഡോക്യുമെൻറ്റ്സ്, അസൈൻമെൻറ്റിൻ്റേത്, ബ്ലാങ്ക് ക്വിസ്, ടെസ്റ്റ്, അതിൻ്റെ എല്ലാം ക്ലാസ് ഗൂഗിൾ ഡ്രൈവിലുള്ള ക്ലാസ് ഡ്രൈവാണ് ഇത് കാണുക. ഇത്രയുമാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെയും ഗൂഗിൾ മീറ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയ. അപ്പോൾ ഇത് നിങ്ങൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ കോൺവെർസേഷൻ, അതായത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെൻറ്റുകൾ കൊടുക്കുന്നു, അത് അസസ് ചെയ്യുന്നു, അതിന് ഗ്രേഡ് കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അത് നമുക്ക് കുട്ടികളുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ മീറ്റോ സൂം പോലുള്ള ഏതെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ പെർമനൻ്റ് ആയിട്ട് മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ മീറ്റിംഗ് ID ക്രിയേറ്റ് ചെയ്ത് കാണിച്ചത്. അതായത് ക്ലാസ് വർക്കിൽ മീറ്റ് എന്ന് പറയുന്ന സിമ്പിളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ആ ജനറേറ്റ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പെർമനൻ്റ് ID ആണ്. 180 days ആണ് ഒരു ID ജനറേറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈം. അതിനുശേഷം അത് എക്സ്പയർ ആവും. നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. നിങ്ങൾക്ക് കൊറീസ് ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.